കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്രവിഹിതമായ 151 കോടിയും ലഭിച്ചെന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി. പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വകാര്യ ആശുപത്രികൾക്ക് 269 കോടി 7,97,307 രൂപയും സർക്കാർ ആശുപത്രികൾക്ക് 859 കോടി 61,18,856 രൂപയും കുടിശ്ശികയുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എല്ലായ്പ്പോഴും കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാർ, അതായത് കേന്ദ്രത്തിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന പരിദേവനവുമായി സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് നിലവിളിക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ മന്ത്രി തന്നെ കൊടുത്ത മറുപടിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കാരുണ്യ ആരോഗ്യ മന്ത്രാലയം തന്നിരിക്കുന്നു. അതേസമയം സ്വകാര്യ സർക്കാർ ആശുപത്രികൾക്ക് ഈ ഇനത്തിൽ കോടിക്കണക്കിന് ശതകോടികളുടെ കുടിശ്ശിക എന്നും മന്ത്രിയുടെ കുറ്റസമ്മതം ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ രശ്മി? അനിൽ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ ചർച്ചയായ സമയത്ത് കേന്ദ്രം ഒന്നും നൽകുന്നില്ല, അതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം, പദ്ധതികൾ ഒന്നും തന്നെ നടക്കാത്തതിന് കാരണവും ഇതാണ് എന്നുള്ളതാണ് എപ്പോഴും സർക്കാർ പറയുന്ന ഒരു ന്യായീകരണം. ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഓരോ കുടുംബത്തിനും ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പ്രതിവർഷം 64 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ, അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ മൊത്തത്തിലോ 5 ലക്ഷം രൂപ സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് കാസ്പ് അഥവാ കാരുണ്യ സുരക്ഷാ പദ്ധതി. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന ഒരു പദ്ധതി കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതിന്റെ ആനുകൂല്യം രോഗികൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. സ്വകാര്യ ആശുപത്രികളാണെങ്കിലും സർക്കാർ ആശുപത്രികളാണെങ്കിലും വരുന്ന ആ ഭീമമായ തുക പൂർണ്ണമായും ഈ സാധാരണക്കാർ അടയ്ക്കേണ്ടി വരുന്നു. അന്ന് ആരോഗ്യമന്ത്രിയോട് ഉൾപ്പെടെ ഈ ചോദ്യം ചോദിച്ചിരുന്നു, പദ്ധതി എന്തുകൊണ്ടാണ് നിലയ്ക്കുന്നത് എന്ന്. അന്ന് പറഞ്ഞൊരു മറുപടി, ഈ കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിഹിതം കൃത്യമായി ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് പദ്ധതി മുടങ്ങിയത്. എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ പിൻവാങ്ങുന്നതിന് കാരണം ഈ കേന്ദ്ര സർക്കാർ ഫണ്ട് മുടങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ ചാണ്ടിയുമ്മൻ ചോദിച്ച ചോദ്യത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. കേന്ദ്രം പൂർണ്ണമായും, അതായത് എല്ലാ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്, 1 രൂപ പോലും കുടിശ്ശികയില്ല. 151 കോടി രൂപ, 151 കോടി രൂപയും കൃത്യമായി അനുവദിക്കേണ്ട സമയത്ത് തന്നെ ഓരോ വിഹിതവും പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൻ്റെതായി കുടിശ്ശികയില്ല എന്ന മറുപടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ പറയുന്നു. അതും ആശുപത്രികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്, സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. 269 കോടി 7,97,307 രൂപ. ഇതാണ് കാസ്പിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത്. സർക്കാർ ആശുപത്രികൾക്കാണെങ്കിൽ 859 കോടി 61,18,856 രൂപയും കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ പല ആശുപത്രികളും ഈ ഒരു ആനുകൂല്യം നൽകാത്തൊരു സാഹചര്യത്തെ കുറിച്ചും ചോദിച്ചു. അതിന് മന്ത്രി പറഞ്ഞത് ഈ ആനുകൂല്യം ആർക്കും നിഷേധിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കേന്ദ്രവിഹിതം കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് പാക്കേജ്, പുതുക്കിയ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് നടപ്പിലാക്കുന്നുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത് ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് അത് ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അത് കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു ന്യായീകരണമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പദ്ധതികളുടെ കാര്യത്തിലും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റും ധൂർത്തും ഒക്കെ തന്നെ മറികടക്കാൻ സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരിക്കൊണ്ടാണ്. കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല, പല തുകയും വെട്ടിക്കുറയ്ക്കുന്നു, പല കുടിശ്ശികയായിട്ടുണ്ട്. ധനമന്ത്രി തന്നെ പല തവണ അത് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ഓരോ വകുപ്പുകളുടെയും പ്ലാൻ ഫണ്ടുകളൊന്നും ലഭ്യമാക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നതെന്നുള്ള ന്യായീകരണമാണ്. പക്ഷേ ഇത് മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ പൂർണ്ണമായും തുക
കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ അടുത്തിടയ്ക്ക് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഈ കാസ്പിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സ്വകാര്യ ആശുപത്രികൾ പറഞ്ഞത് ഈ ചികിത്സ നടത്തി അവർക്ക് 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമൊക്കെ നൽകി അതിന് ചികിത്സ പൂർത്തീകരിച്ചതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പണം തിരിച്ച് സ്വകാര്യ ആശുപത്രിക്ക് സർക്കാർ നൽകണം. അതാണ് ഇത് എംപാനൽ ചെയ്യുന്ന സമയത്തുള്ള വ്യവസ്ഥ. പക്ഷേ കോടിക്കണക്കിന് രൂപയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും അതിൽ കൂടുതൽ തുകയാണ് സർക്കാർ ആശുപത്രികൾക്കും നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ഇതിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ധാരാളം രോഗികൾ, സാധാരണക്കാരായ നിരവധി പേർ അടുത്തിടയ്ക്ക് ആശുപത്രികളിൽ എത്തിയതിനു ശേഷം അവർക്ക് ഈ തുക ലഭിക്കുന്നില്ല.